ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങളുണ്ട്. പാസീവ് എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവനെ സഹായിച്ചു, അവനെ കണ്ടു, ഇങ്ങനെ പറയുന്നതാണ് പാസീവ്. മലയാളത്തിന്റെ ഒരു പ്രത്യേകത, ചില വെർബ്സ്, ചില ക്രിയകള് രണ്ട് രീതിയിൽ മലയാളത്തിൽ പാസീവായിട്ട് പറയാൻ പറ്റും. നമ്മൾ കണ്ടതാണ് അവനെ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അവനെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ അവൻ തിരഞ്ഞെടുക്കപ്പെടണം. ഈ രീതിയിൽ നമുക്ക് രണ്ട് രീതിയിൽ ചില വെർബ്സ് പാസീവായിട്ട് പറയാൻ പറ്റും. പലപ്പോഴും സ്റ്റുഡൻസ് ഇങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്, അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു, അവൻ കൊല്ലപ്പെട്ടു, ഇത് മാത്രമാണ് പാസീവ് എന്ന്. എന്നാൽ നമുക്ക് മലയാളത്തിൽ കൂടുതലും അവനെ തിരഞ്ഞെടുത്തു, അവനെ സഹായിച്ചു, അവനെ കൊണ്ടുവന്നു, ഇങ്ങനെ പറയുന്നത് പാസീവാണ്. അതാദ്യം മനസ്സിലാക്കുക. മറ്റൊരു കാര്യം, എല്ലാ വെർബ്സും നമുക്ക് പാസീവായിട്ട് പറയാൻ സാധിക്കില്ല. മലയാളത്തിലും അതുപോലെ എല്ലാ ഭാഷകളിലും എല്ലാ വെർബ്സും, എല്ലാ ക്രിയകളും പാസീവായിട്ട് പറയാൻ നമുക്ക് സാധിക്കില്ല. ഉദാഹരണമായി, അവൻ പ്രാർത്ഥിച്ചു, അവനെ പ്രാർത്ഥിച്ചു, അങ്ങനെ നമ്മൾ പറയില്ല. അവൻ കണ്ടു, അവനെ കണ്ടു, അങ്ങനെ പറയാൻ പറ്റും. അവൻ രക്ഷിച്ചു, അവനെ രക്ഷിച്ചു, അങ്ങനെ പറയാൻ സാധിക്കും. എല്ലാ വെർബ്സും പാസീവായിട്ട് പറയാൻ പറ്റില്ല. ഇംഗ്ലീഷിലും അതുപോലെ തന്നെയാണ്, എല്ലാ വെർബ്സും പാസീവായിട്ട് പറയാൻ സാധിക്കില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ക്ലാസ്സുകളിൽ നാം കാണുന്നത് കുഡ് എന്ന വാക്കിന്റെ പാസീവ് വാചകങ്ങളാണ്. കുഡ് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ആ കുഡിന്റെ പാസീവ് രൂപം, അതുണ്ടാക്കുന്ന രീതി, സബ്ജക്ട്, അതിന്റെ കൂടെ കുഡ് ഉപയോഗിക്കും, അതിന്റെ കൂടെ ബി എന്ന വെർബ്, ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബാണ് ബി, ആ വെർബ് ഉപയോഗിക്കണം. പിന്നെ നാം ഉപയോഗിക്കുന്ന ക്രിയയുടെ ഈ ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കണം. രണ്ട് വാചകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് ചൂസ് എന്ന വെർബാണ്. ചൂസ്, ചോസ്, ചോസൺ. പാസീവിൽ എപ്പോഴും ഈ ഫോമേ വയ്ക്കുള്ളൂ. എല്ലാ പാസീവിലും ഈ ഫോം മാത്രമേ ഉപയോഗിക്കൂ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഈ 4 ഫോംസും വെർബ്സിന്റെ പഠിക്കണം എന്ന് പറയുന്നത്. വെർബ്സിന്റെ ഫോംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ്. രണ്ട് വാചകങ്ങൾ കണ്ടു. ഐ കുഡ് ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞു അല്ലെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കുവാൻ സാധിച്ചു, എന്നെ തിരഞ്ഞെടുക്കുവാൻ പറ്റി, ആ രീതിയിലൊക്കെ മലയാളത്തിൽ പറയാം. അതിന്റെ ചോദ്യം നമ്മൾ കണ്ടു. കുഡ് കൊണ്ടുവന്ന് മുന്നിലിട്ട ചോദ്യമായി എന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞോ. ഇന്ന് കാണുന്നത് നെഗറ്റീവ് ആണ്. വളരെ എളുപ്പമാണ്. നെഗറ്റീവ് വെർബ് കുഡ് ബി ചോസൺ ആണ്. കുഡ് കഴിഞ്ഞിട്ട് നോട്ട് എന്ന് വെച്ചാൽ മതി. ഐ കുഡ് നോട്ട് ബി ചോസൺ, ഐ കുഡ് നോട്ട് ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ല. കുഡ് നോട്ടിന്റെ ഷോർട്ട് ഫോം ഉണ്ട്, കുഡിന്റ്. അതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക. ഐ കുഡിൻ ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ല. നേരത്തെ നമ്മൾ കുഡ് പഠിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ ഐ കുഡ് നോട്ട് ചൂസ്, ഐ കുഡ് നോട്ട് ചൂസ്, എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. ഇത് പാസീവ് ആണ്. ഇവിടെ ഐ കുഡ് നോട്ട് ബി ചോസൺ, ഐ കുഡ് നോട്ട് ബി ചോസൺ, എന്നെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. പഴയത് എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഈ വാചകങ്ങൾ തുടരാം. ഐ കുഡിൻ ബി സെൻഡ്, എന്നെ അയക്കുവാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ബി ടോട്ട്, എന്നെ പഠിപ്പിക്കുവാൻ സാധിച്ചില്ല. ഐ കുഡിൻ ബി ഹെൽപ്ഡ്, എന്നെ സഹായിക്കാൻ സാധിച്ചില്ല. ഐ കുഡിൻ ബി ലെഡ്, എന്നെ നയിക്കുവാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻ ബി സേവ്ഡ്, എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബി അതുപോലെ തന്നെയാണ്. വി കുഡിൻ ബി ചോസൺ, ഞങ്ങളെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ നമ്മളെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ല. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. യു കുഡിൻ ബി ചോസൺ, യു കുഡിൻ ബി ചോസൺ, നിന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ല, താങ്കളെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ല. യു കുഡിൻ ബി ചോസൺ. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഹി വെച്ച് നോക്കാം. ഹി കുഡിൻ ബി ചോസൺ, അവനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. പഴയത് ഹി കുഡ് നോട്ട് ചൂസ് അല്ലെങ്കിൽ ഹി കുഡിൻ ചൂസ്, അവന് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. ഇത് ഹി കുഡിൻ ബി ചോസൺ, അവനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. ഈ വാചകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ പഠിക്കുന്നത് പാസീവാണ്. അവനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. ഹി കുഡിൻ ബി സെൻഡ്, അവനെ അയക്കുവാൻ കഴിഞ്ഞില്ല. ഹി കുഡിൻ ബി ടോട്ട്, അവനെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഹി കുഡിൻ ബി ഹെൽപ്ഡ്, അവനെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല. ഹി കുഡിൻ ബി ലെഡ്,
അവനെ നയിക്കുവാൻ കഴിഞ്ഞില്ല. ഹി കുഡിൻ ബി സേവ്ഡ്, അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഷീ അതുപോലെ തന്നെയാണ്. ഷീ കുഡിൻ ബി ചോസൺ, അവളെ തെരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ല. ഷീ കുഡിൻ ബി സെൻഡ്, അവളെ അയക്കുവാൻ കഴിഞ്ഞില്ല. ഓക്കെ, ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഹി ഷീക്ക് പകരം ഏത് സിംഗുലർ വേണമെങ്കിലും വയ്ക്കാം. രാജു കുഡിൻ ബി ചോസൺ, രാജുവിനെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. സീത കുഡിൻ ബി ചോസൺ, സീതയെ തെരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ല. മൈ ഫ്രണ്ട് കുഡിൻ ബി ഹെൽപ്ഡ്, മൈ ഫ്രണ്ട് കുഡിൻ ബി ഹെൽപ്ഡ്, എന്റെ കൂട്ടുകാരനെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. അടുത്തത് ദേ, അവർ, ഇവർ അല്ലേ. ദേ കുഡിൻ ബി ചോസൺ, അവരെ തെരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ല. അവരെ തെരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ല. പഴയത് ദേ കുഡിന്റ് ചൂസ്, അവർക്ക് തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. ദേ കുഡിൻ ബി സെൻഡ്, അവരെ അയക്കുവാൻ കഴിഞ്ഞില്ല. ദേ കുഡിൻ ബി ടോട്ട്, അവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. പഴയത് ദേ കുഡിൻ ടീച്ച്, ദേ കുഡിൻ ടീച്ച്, അവർക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇത് ദേ കുഡിൻ ബി ടോട്ട്, അവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ ഫോമാണ്. ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക വാക്കുകൾ വെച്ച്. ദേക്ക് പകരം ഏത് പ്ലൂരൽ വാക്കുകൾ വേണമെങ്കിലും വയ്ക്കാം. മൈ ഫ്രണ്ട്സ് കുഡിൻ ബി സേവ്ഡ്, മൈ ഫ്രണ്ട്സ് കുഡിൻ ബി സേവ്ഡ്, എന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മൈ ഫ്രണ്ട്സ് കുഡിൻ ബി സേവ്ഡ്. ആ രീതിയിൽ പറയാം. അതുപോലെ മറ്റു വസ്തുക്കളൊക്കെ പറയാം. ആ മുറി ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല, എങ്ങനെ പറയും? ആ മുറി ക്ലീൻ ചെയ്യാൻ സാധിച്ചില്ല. ദാറ്റ് റൂം കുഡിൻ ബി ക്ലീൻഡ്, ദാറ്റ് റൂം കുഡിൻ ബി ക്ലീൻഡ്. ആ മുറിയെ എന്നൊന്നും മലയാളത്തിൽ നമ്മൾ പറയില്ല. ആ മുറി സ്വയം ക്ലീൻ ചെയ്യില്ല, ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ദാറ്റ് റൂം കുഡിൻ ബി ക്ലീൻഡ്. ആ രീതിയിൽ പറയുക. ദാറ്റ് ഡോർ കുഡിൻ ബി ഓപ്പൺഡ്, ആ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. ആ മരം മുറിക്കാൻ കഴിഞ്ഞില്ല. ദാറ്റ് ട്രീ കുഡിൻ ബി കട്ട്. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് ഈ വാചകങ്ങൾ പഠിക്കാൻ പറ്റില്ല. രണ്ടുപേരും ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. രീതി നമുക്കറിയാം. ആദ്യം മലയാളം പറയണം, അതിന്റെ ഇംഗ്ലീഷ് അതിനുശേഷം ഓരോ വാചകവും 10 പ്രാവശ്യമെങ്കിലും ആവർത്തിക്കണം. മലയാളം ഇംഗ്ലീഷ്, മലയാളം ഇംഗ്ലീഷ്. രണ്ടുപേരാകുമ്പോൾ തെറ്റുപറ്റിയാൽ തിരുത്താൻ പറ്റും. അതുപോലെ തന്നെ ബോറടിക്കുകയില്ല. ഈ വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. കുറച്ച് വെബ്സ് എല്ലാ ദിവസവും പഠിക്കണം. പുതിയ വെബ്സ് പഠിക്കുക. ഈ 4 ഫോംസ് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷ് ഇത് വെച്ചുള്ള പരിപാടിയാണ്. അല്ലെ മറ്റു വെബ്സും പഠിക്കുക, ഇംഗ്ലീഷിലെ പുതിയ വാക്കുകൾ പഠിക്കുക, ഉച്ചാരണാർത്ഥം എല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഒത്തിരി വാക്കുകൾ അറിയാമെങ്കിൽ സംസാരിക്കാൻ പറ്റും. ഇനി ഇംഗ്ലീഷിൽ സിമ്പിൾ സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. അത് വായിച്ചൊക്കെ നോക്കുക. നെറ്റിൽ നിന്ന് ലഭ്യമാണ്. അതെടുത്ത് വായിച്ചൊക്കെ നോക്കുക. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? കുറെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ സിമ്പിൾ സ്റ്റോറീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ. വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട്. ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ. ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമിൽ അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക,
ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റിൽ 7ാമത്തെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട്. 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കണ്ടു. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പഠിക്കുന്നത്. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷില് ഒരേപോലെയാണ് ഇരിക്കുന്നത്, സ്പെല്ലിംഗ് ഉച്ചാരണവും. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കുക. അതുപോലെ പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങിയാണ്. bind, bound, bound, find, found, found, grind, ground, ground, wind, wound, wound. അത് ഈ വാക്കുകളുടെ, ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇ ഡി എന്നോ ഡി എന്നോ ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിലേക്ക് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്കവ കാണാം. recognize, recognized, recognized, refuse, refused, refused, regret, regretted, regretted, repair, repaired, repaired, respect, respected, respected, satisfy, satisfied, satisfied, scream, screamed, screamed, share, shared, shared, smoke, smoked, smoked, snore, snored, snored, sin, sinned, sinned, sneeze, sneezed, sneezed, start, started, started, sold, 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 stop, stopped, stopped, suffer, suffered, suffered, suspect, suspected, suspected, talk, talked, talked, tie, tied, tied, thank, thanked, thanked, touch, touched, touched, travel, 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 turn, turned, turned, tremble, 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 use, used, used. ഈ വെർബുകൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇവ കാണാതെ പഠിക്കുക. അതുപോലെ ചില വെർബുകൾക്കൊക്കെ വ്യത്യാസം വരും. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം.
അല്ലെ പാസ്റ്റ് ഫോമിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലൊക്കെ ചില വെർബുകൾക്ക് ഡബിൾ ഒരു ലെറ്റർ കൂടിയൊക്കെ വരുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വെർബുകൾ ഉച്ചാരണവും അർത്ഥമൊക്കെ കാണാതെ പഠിക്കുക, എങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനും എഴുതാനും ഉപയോഗിക്കാനും കഴിയൂ. ഓക്കെ.